അതെനിക്കറിയില്ല. ഞാനും കുറച്ചാൾ ഭയപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷെ ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് രോഗികളോട് എനിക്ക് കുറച്ചും കൂടെ കടപ്പാട് എനിക്ക് തോന്നുന്നു. അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭയം ആസ്ഥാനത്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിൽ വലിയ കാര്യമില്ല. കാരണം ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റു വകുപ്പ് മേധാവിമാർ ഭയപ്പെട്ട് മാറിയിരിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാർ രോഗികളാണ്. തീർച്ചയായിട്ടും ഇതൊന്നുമില്ല, എല്ലാം ഓക്കെയാണ് എന്നാണ് മന്ത്രിയുടെയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും വാദം. അല്ല, ഇത് മന്ത്രിയല്ല ഞാൻ കുറ്റം പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിന്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത്. അങ്ങനെയാണ് പറയാനുള്ളത്. മിനിസ്റ്റർ അറിയുന്നുണ്ടാവില്ല. രാവിലെ ഒരു RJDയുടെ ഒരു നേതാവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവിടെ കുറെ കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ഡോക്ടർ പറയുന്നത് വെറുതെയാണ്, ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ടില്ല, ഇത്ര ദിവസം ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ, വേറെ ഡിപ്പാർട്ട്മെന്റിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത്. അപ്പോൾ സൂപ്രണ്ട് ഒരു പക്ഷേ മേലധികാരികളെ അറിയിക്കുന്നുണ്ടാവില്ല, മിനിസ്റ്റർക്ക് അറിയുന്നുണ്ടാവില്ല. ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അറിവുണ്ടാവില്ല. കാരണം ഇത് ഇവിടെ വെച്ച് ഇത് കവറപ്പ് ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അദ്ദേഹം വന്ന് എന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു, സുനിലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു പക്ഷെ വിചാരിച്ചാണ് അത് പരിഹരിച്ചു കാണും എന്ന് വിചാരിച്ചാണ്. അവർക്ക് ഒരുപാട് ആശുപത്രികൾ നോക്കണമല്ലോ.